പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റ കേസിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിൽ. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ കേസ്, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. മന്ത്രി വീണ ജോർജിനെ ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയാക്കും. സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരാൻ CPIM. കണ്ണൂരിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മോഹൻലാൽ നടത്തിയ അഭിമുഖം ഇന്ന് പുറത്തിറങ്ങും. ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും സംപ്രേഷണം ചെയ്യും. അഭിമുഖം കണ്ടും മിണ്ടിയും ഇരുവർ എന്ന പേരിൽ. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ഇന്ന്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തറക്കല്ലിടൽ നിർവഹിക്കും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വീടുകൾ നിർമ്മിക്കുന്നത് മേപ്പാടി കുന്നംപറ്റയിൽ. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിനൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാസ സമാധാന പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് മോദി. ഇന്ത്യ-ഇസ്രായേൽ ഉഭയകക്ഷി ചർച്ച ഇന്ന്. പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ കരാറുകളിൽ ഒപ്പുവയ്ക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം 11ാം ദിനത്തിൽ. സർക്കാർ സമരക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. ധനകാര്യമന്ത്രിയും ധനാരോഗ്യ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ആവശ്യങ്ങളിൽ ഉറച്ച ഡോക്ടർമാർ. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം. സൂപ്പർ 8 മത്സരത്തിൽ എതിരാളികൾ സിംബാബ്വെ. സഞ്ജു സാംസൺ ടീമിലെത്തിയേക്കും.